അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ഷാൻ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹജ്ജ് ട്രെയിനറാണ്. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് ഹാജിമാർക്ക് ഹജ്ജ് തീർത്ഥാടന വേളകളിൽ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി പ്ലേ സ്റ്റോർ എടുക്കുക. അവിടെ സെർച്ച് ബാറിൽ ഹജ്ജ് സുവിധ ആപ്പ് 2025 ടൈപ്പ് ആക്കുക. തൊട്ടടുത്തായി തന്നെ ഒരു ഗ്രീൻ കളറിൽ ഹജ്ജ് സുവിധ എന്ന് ഒരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് യൂസർ ഐ ഡി നമുക്ക് ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത ഫോൺ നമ്പർ ആയിരിക്കും. രണ്ടാമത്തത് പാസ്വേഡ് എന്ന് പറഞ്ഞത് എം പിന്ന് ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു 6 അക്ക ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ അത് അറിഞ്ഞൂടാത്തവർക്ക് എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ഹജ്ജ് സുവിധ ലോഗിൻ ചെയ്യുന്ന കാര്യം പറയാം. അതിന് പെൽഗിൻ ലോഗിൻ ചെയ്യുക. അവിടെ ഫർഗറ്റ് എം.പിൻ എന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ആക്കുക. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് നൽകിയ ഫോൺ നമ്പർ ടൈപ്പ് ആക്കുക. ആ ക്യാപ്ച അതുപോലെ തന്നെ ടൈപ്പ് ആയി കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലോട്ട് ടെക്സ്റ്റ് മെസ്സേജായിട്ട് നിങ്ങളുടെ പുതിയ എം.പിൻ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വീണ്ടും പിറകിലോട്ട് പോവുക. ഇൻറ്റു താത്താലോ ബാക്ക് ബട്ടൺ മൊബൈൽ ബാക്ക് ബട്ടൺ താത്താലോ മതിയാകും. അതിനുശേഷം ഹജ്ജ് സുവിധ ലോഗിൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരവർക്ക് പറ്റുന്ന ലാംഗ്വേജ് പ്രിഫർ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ അലോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അനുവദിക്കുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ക്യാമറ ആക്സസ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. അതും അനുവദിക്കുക എന്ന് കൊടുക്കുക. നമ്മളെ മൈക്ക് ആക്സസ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. അതും അനുവദിക്കുക കൊടുക്കുക. അതുപോലെ ലൊക്കേഷൻ അനുവദിക്കുക കൊടുക്കുക. ലൊക്കേഷൻ എടുക്കാൻ വീണ്ടും ഒരു ഓപ്ഷൻ ചോദിക്കും. അതിൽ അലോ ഓൾ ടൈം എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വീണ്ടും പിറകിലോട്ട് പോവുക. വീണ്ടും ഒരു അലോ ചോദിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് അത് അലോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ആക്കുക. എം.പിൻ അറിയാവുന്നവർ എം.പിൻ നൽകുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്ത ആ എം.പിൻ ഇവിടെ ടൈപ്പ് ആക്കുക. അതിനുശേഷം എം.പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഇതിൽ തന്നെ OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അത് പറയാത്തതെന്ന് വെച്ചാൽ OTP വെച്ച് ലോഗിൻ ചെയ്ത് പോയിട്ട് അവിടെ വെച്ച് ലോഗിൻ ചെയ്യാൻ കഴിയാതെ വന്നാൽ പിന്നെ OTP എല്ലാവർക്കും വരണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ എം.പിൻ അറിഞ്ഞ് നോട്ട് ചെയ്ത് കൊണ്ടുപോയാൽ ഈ എം.പിൻ വെച്ച് തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എം.പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. തൊട്ടടുത്തായി വന്ന സ്ക്രീനിൽ ആ കവറിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ ഓരോ കവർ അംഗങ്ങൾക്കും ഓരോ ലോഗിനാണ്. അപ്പോൾ ആരെ ലോഗിനാണ് വേണ്ടത് ആ വ്യക്തിയെ ഒന്ന് സെലക്ട് ആയി കൊടുക്കുക. അപ്പോൾ ഓരോ കവർ അംഗങ്ങളുടെയും പ്രത്യേകം മൊബൈലിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കവർ ഹെഡിൻ്റെ സെലക്ട് ആക്കുന്നത്. വീണ്ടും ഒരു അലോ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഖാദിമുൽ ഹുജാജ് SHI അവരെ ആരെന്ന് നോക്കാം. ജവാബ് ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അതുപോലെ ലൊക്കേറ്റ് മാപ്പ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ പറ്റും. അക്കോമഡേഷനിലോ ഹെൽത്ത് ലോസ്റ്റ് ബാഗ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ലഗേജ് എന്ന ഓപ്ഷനുണ്ട്. ഹോട്ടലിൽ ബാഗ് കൊടുക്കുന്ന സമയത്ത് അതിലൊരു QR കോഡ് ഒട്ടിക്കും. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്താൽ ആ ബാഗിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. തൊട്ടടുത്തായുള്ള അടുത്തുള്ള സൗകര്യങ്ങൾ എന്ന ഓപ്ഷനുണ്ട്. പിന്നെയുള്ളത് ദുആ, പിന്നെ പ്രഖ്യാപനങ്ങൾ, എന്തെങ്കിലും ഹജ്ജ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അറിയിപ്പ് നൽകാണ്ടെങ്കിൽ ഇതിൽ ഉണ്ടാവും.
അതുപോലെ കിബില, നിങ്ങൾക്ക് കിബില വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ കിബില എങ്ങോട്ടാണെന്ന് ഈ ആപ്പ് വഴി അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഒരു ദിവസം നടക്കുന്ന എത്ര സ്റ്റെപ്പ് വെച്ചെന്നുള്ളത് ഇതുവഴി അറിയാൻ പറ്റും. ബാങ്ക് ടൈം, ഓരോ ദിവസത്തെയും ബാങ്ക് ടൈം ഇതിൽ അറിയാൻ പറ്റും. പിന്നെ മെഡിക്കൽ എമർജൻസിയോ ആരെങ്കിലും കാണാതെയൊക്കെ ആയാൽ നമുക്ക് ശബ്ദം വഴിയും ഹജ്ജ് കമ്മിറ്റി അറിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ അറിയിക്കാം. അതും ഹുജാജിനും മെസ്സേജ് പോവും, ഹജ്ജ് കമ്മിറ്റിക്കും സെയിം മെസ്സേജ് പോവും. ഏറ്റവും മുകളിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, താമസം, ഫ്ലൈറ്റ് വിശദാംശം എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ആക്കിയാൽ നിങ്ങളെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ കഴിയും. ഫ്ലൈറ്റ് തീയതി, റിപ്പോർട്ടിംഗ് തീയതി ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മക്കയുടെയും മദീനയുടെയും താമസ ഡീറ്റെയിൽസ് ഇതിൽ അപ്ഡേറ്റ് ആവും, അതറിയാൻ കഴിയും. പിന്നെയുള്ളത് ഏറ്റവും മുകളിൽ വിവരങ്ങൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ മക്കയിലെയും മദീനയും സന്ദർശന സ്ഥലങ്ങളും അതിൻ്റെ മാപ്പും ഇതിലുണ്ടാവും. എവിടെയൊക്കെയാണ് തൊട്ടടുത്തുള്ള സന്ദർശന സ്ഥലങ്ങൾ മക്കയിലുണ്ട്, മദീനയിൽ. അത് പല സേവനങ്ങൾ, അടുത്തുള്ള റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും ഇതുവഴി. ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.